പിണറായിക്ക് തന്നോടുള്ള വിരോധത്തിന്റെ ഫലമാണ് തന്റെ സീറ്റ് നിഷേധിക്കാൻ കാരണമെന്ന് പി.സി. ജോർജ് വിശ്വസിക്കുന്നു. മാസപ്പടി കേസിൽ കോർപ്പറേറ്റ് അഴിമതി അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വന്നതാണ് പിണറായിക്കുള്ള വിരോധത്തിന്റെ കാരണമെന്ന് ജോർജ് വിശ്വസിക്കുന്നു. പി.സി. ജോർജിന്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജാണ് ഇത്തരമൊരു നീക്കം തികച്ചും അപ്രതീക്ഷിതമായി നടത്തിയത്. പി.സി. ജോർജിന്റെ മകനായതുകൊണ്ട് തന്നെ നിയമപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഷോൺ ജോർജിനെ പഠിപ്പിക്കേണ്ടതില്ല. മാത്രവുമല്ല, കേരള ഹൈക്കോടതിയിൽ ഷോൺ ജോർജ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു വരികയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാനുള്ള ഉപദേശം ഷോൺ ജോർജിന് ലഭിച്ചത് ദേശീയ നേതൃത്വത്തിലുള്ള ഉന്നത ബി.ജെ.പി. നേതാക്കളിൽ നിന്നാണ്. എന്നാൽ ഒരു സംഘം ദേശീയ നേതാക്കൾ ജോർജിന്റെ നീക്കത്തിന് എതിരായിരുന്നു. സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഏജൻസിയാണ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന പല സാമ്പത്തിക അഴിമതി കേസുകളും മുൻപ് പൊതുജന മധ്യത്തിൽ എത്തിച്ചിട്ടുള്ളത്. പിണറായി വിജയനെയും മകളെയും കൂടാതെ രമേശ് ചെന്നിത്തല, പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ UDF നേതാക്കളെയും ബി.ജെ.പി. ലക്ഷ്യമിട്ടു. പിണറായിക്കൊപ്പം ഇവരെയും കുരുക്കുകയായിരുന്നു ബി.ജെ.പിയുടെ ഉദ്ദേശം. CPM നേതാക്കൾ അകത്താവുകയും കോൺഗ്രസ് നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുതെന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വം കരുതി. കോൺഗ്രസിനെയും CPM-നെയും ഒരുമിച്ച് വകവരുത്തുകയാണ് ലക്ഷ്യം. എന്നാൽ നാണം കെട്ടത് പിണറായിയുടെ കുടുംബം മാത്രമാണ്. ഇതിനോട് ബി.ജെ.പി. ദേശീയ നേതൃത്വം യോജിക്കുന്നില്ല. കാരണം പിണറായി അല്ല ബി.ജെ.പിയുടെ ശത്രു. വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയാണ്. വ്യവസായി ഫാരിസ് അബൂബക്കറുടെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിനു ശേഷമാണ് ജോർജും പിണറായിയും നേർക്കുനേർ എത്തിയത്. ഫാരിസിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അടപടലം ഇളക്കാൻ കഴിയുന്ന തെളിവുകളാണ് ലഭിച്ചതെന്ന് അക്കാലത്ത് ജോർജ് ഭക്തർ പ്രചരിപ്പിച്ചിരുന്നു. മുൻപ് പി.സി. ജോർജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ ചില തെളിവുകൾ ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രസ്തുത തെളിവുകളുടെ വിശദാംശങ്ങളാണ് ഫാരിസ് അബൂബക്കറുടെ വീട്ടിൽ നിന്നും ലഭിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഫാരിസിന്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണം എത്തിയെന്ന് അറിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൽ കൂട്ട നിലവിളി കേട്ടതായി ജോർജ് പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പറക്കുന്നതെന്തിന്? കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടിയോ? രോഗത്തെക്കുറിച്ച് കള്ളം പറയുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പി.സി. ജോർജിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ED. ആദ്യം ആദായ നികുതി വകുപ്പിനെ അയച്ചാണ് അന്വേഷിച്ചത് ED. വരുമ്പോൾ സംശയം തട്ടാതിരിക്കാൻ വേണ്ടിയായിരുന്നു പുതിയ നീക്കം. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ട് കുറെ മാസങ്ങളായി. പ്രാഥമിക വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം തേടിയത്. പി. ശശിയുടെ അതിബുദ്ധി മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കായി മാറിയിരിക്കുകയാണ്. 90കളുടെ മധ്യത്തിൽ E.K. നയനാരെ കുപ്പിയിലാക്കിയ അതേ തന്ത്രം തന്നെയാണ് ശശി ഇപ്പോൾ പയറ്റുന്നത്. എന്നാൽ 1/4 നൂറ്റാണ്ട് കടന്നുപോയ വിവരം പാവം അറിഞ്ഞില്ലെന്നാണ് ജോർജ് പറയുന്നത്.